കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ കല്യോട്ട് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന് ആരോപിച്ചാണ് ഹർത്താൽ പ്രഖ്യാപനം. ഇന്നലെ അർദ്ധരാത്രിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസ ബന്ദിന് KSUവും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം പ്രതിഷേധവും സംഘടിപ്പിക്കും. കല്യോട്ട് കുരാങ്കര സ്വദേശികളായ 27-കാരനായ ജോഷി എന്ന ശരത്, 21 വയസ്സുള്ള കിച്ചു എന്ന കൃപേഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പെരിയയിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൊലപാതകം ആസൂത്രിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഭരണത്തിന്റെ തണലിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് KSUവും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനമഹായാത്രയുടെ ഇന്നത്തെ പരിപാടികൾ മാറ്റിവെച്ച് കാസർഗോഡേക്ക് പോകും. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് CPM പറഞ്ഞു. കൊലപാതകത്തെ ശക്തമായി അപലപിക്കുന്നു എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ് കാസർഗോഡ് ഉണ്ടായതെന്ന് വ്യക്തമാണ്. എന്നിട്ടും ഹർത്താൽ പോലുള്ള പ്രതിഷേധങ്ങൾ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വം മടിച്ചു. എന്നാൽ യൂത്ത് കോൺഗ്രസിനുണ്ടായ വലിയ നഷ്ടമാണ് ശരത്തിന്റെയും കൃപേഷിന്റെയും കൊലപാതകമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേരിട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് പതിവുള്ള കാര്യമല്ല. എന്നാൽ KPCCക്ക് ഹർത്താലിനോട് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസിന്റെ യുവജന സംഘടന ഹർത്താൽ പ്രഖ്യാപിച്ചത്. KSUവും പിന്തുണയുമായി എത്തി. അവർ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിനും ആഹ്വാനം ചെയ്തു. ഞായറാഴ്ച രാത്രി 8:30 കല്യോട്ടിനടുത്ത് തന്നിത്തോട് കൂരാങ്കര റോഡിലാണ് സംഭവം. ശരത്തും കൃപേഷും ബൈക്കിൽ കൂരാങ്കരയിലെ ശരത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീടിനടുത്ത് എത്താറായപ്പോൾ ജീപ്പിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ഇരുവരെയും വെട്ടുകയായിരുന്നു. കൃപേഷിന് തലയ്ക്കാണ് വെട്ടേറ്റത്. ഇതുകഴിഞ്ഞ് അക്രമികൾ സ്ഥലം വിട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് റോഡിലൂടെ പോയവരാണ് അക്രമം ആദ്യം അറിഞ്ഞത്. ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതും റോഡരികിൽ ശരത്ത് രക്തം വാർന്നു കിടക്കുന്നതും കണ്ടതോടെ ഇവർ ബഹളം വെച്ചു. ഓടിയെത്തിയ നാട്ടുകാർ അബോധാവസ്ഥയിലായിരുന്ന ശരത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബൈക്കിൽ കൃപേഷും കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായതോടെ എല്ലാവരും തെരച്ചിൽ നടത്തിയപ്പോഴാണ് 150 മീറ്റർ അകലെയായി കുറ്റിക്കാട്ടിൽ കൃപേഷ് രക്തം വാർന്ന നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഇതിനിടെ ബേക്കൽ പോലീസും സ്ഥലത്തെത്തി. പോലീസ് കൃപേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൃപേഷ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ശരത്ത് മംഗളൂരു യൂണിറ്റി ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലും മരിച്ചു. ശരവേഗത്തിൽ യൂത്ത് കോൺഗ്രസുകാരുടെ മരണവാർത്ത നാടെങ്ങും പടർന്നു. അർദ്ധരാത്രിയിൽ തന്നെ കാസർഗോഡ് നിശ്ചലമായി. ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂരാങ്കരയിലെ സത്യനാരായണന്റെ മകനാണ് ശരത്. സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ജവഹർ ബാലജനവേദി പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റാണ്. പെയിന്റിംഗ് തൊഴിലാളി കൃഷ്ണന്റെയും ബാലാമണിയുടെ മകനാണ് കൃപേഷ്. CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ മർദ്ദിച്ച സംഭവത്തിൽ 11 കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. റിമാൻഡ് തടവിന് ശേഷം ഇവർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. 11-അംഗ സംഘത്തിൽ ശരത്തും ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിന്റെ വൈരാഗ്യത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം.